അടുത്ത് ലോകമെങ്ങും തരംഗം സൃഷ്ടിച്ച ഫോർത്ത് വിങ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. റെബേക്ക യാരോസിന്റെ മാന്ത്രിക തൂലികയിൽ നിന്ന് ജന്മം കൊണ്ട ഫോർത്ത് വിങ് നമ്മെ ഒരു ഫാന്റസി ലോകത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ക്രൂരരായ ഡ്രാഗണുകളെ മെരുക്കി അവയുടെ പുറത്തേറി പോരാടുന്നവരുടെ കഥയാണിത്. നമ്മുടെ കഥാനായികയായ വയലറ്റ് സോറങ്കേൽ, ജനറൽ ലിലിയറ്റ് സോറങ്കേലിന്റെ മൂന്നാമത്തെ മകൾ. ചെറുപ്പം തൊട്ടേ തന്റെ അച്ഛനെ പോലെ ഒരു സ്ക്രൈബാവാൻ മോഹിച്ചു നടന്ന ദുർബലയായ ഒരു പെൺകുട്ടി. പക്ഷേ വിധി അവളെ കൊണ്ടെത്തിക്കുന്നത് മരണം ഏതു നിമിഷവും പതിയിരിക്കുന്ന ഡ്രാഗണുകളെ മെരുക്കുന്ന റൈഡർ വിഭാഗത്തിലേക്കാണ്. ബാസ്കറ്റ് ബാൾ കോളേജിൽ വയലറ്റിന് നേരിടേണ്ടിയിരുന്നത് കടുത്ത പരിശീലനങ്ങളും പോരാട്ടങ്ങളും മാത്രമായിരുന്നില്ല. ദുർബലയായ അവളെ ഏതു നിമിഷവും കീഴടക്കാൻ കാത്തിരുന്ന സഹമത്സരാർത്ഥികളും അവളുടെ അമ്മയുടെ കൈകളാൽ കൊല്ലപ്പെട്ടവരുടെ പ്രതികാരദാഹികളായ മക്കളെയുമായിരുന്നു. കൂട്ടത്തിൽ സെയ്തൻ റിയോർസൺ എന്ന അതിക്രൂരനായ വിങ് ലീഡറും ഉണ്ടായിരുന്നു. പക്ഷേ വിധിയോ സാഹചര്യങ്ങളോ സെയ്തനെയും വയലറ്റിനെയും കൂടുതൽ അടുപ്പിക്കുന്നു. അവരറിയാതെ അവർക്കുള്ളിൽ ഒരു പ്രണയം പൂവിട്ടു തുടങ്ങുകയാണ്. മരണത്തിനും അതിജീവനത്തിനുമിടയിൽ വയലറ്റ് എങ്ങനെ പോരാടുന്നുവെന്നും എങ്ങനെയാണ് അവൾ തന്റെ ശക്തികൾ കണ്ടെത്തുന്നത് എന്നുള്ളതുമാണ് ഈ കഥയിലൂടെ നമുക്ക് വായിച്ചറിയാൻ കഴിയുന്നത്. ഫോർത്ത് വിങ്ങിലെ ഡ്രാഗണുകൾ വെറും ജീവികൾ മാത്രമല്ല, അവയ്ക്ക് ചിന്തയും വികാരവും ഇഷ്ടാനിഷ്ടങ്ങളുമുണ്ട്. ഒരു ഡ്രാഗണിനെ മെരുക്കുക എന്നാൽ അവയുമായി ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക എന്നാണ് അർത്ഥം. അവയുടെ ശക്തിയും ബുദ്ധിയും വായനക്കാരെ അത്ഭുതപ്പെടുത്താൻ പോകുന്ന ഒന്ന് തന്നെയാണ്. ഓരോ ഡ്രാഗണിനും അതിൻ്റെതായ വ്യക്തിത്വമുണ്ടെന്ന് ഈ നോവൽ വായിച്ചു തീരുമ്പോൾ നമുക്ക് തോന്നും. കഥയിൽ പ്രണയത്തിന് വലിയ സ്ഥാനമാണുള്ളത്. വയലറ്റിനും സെയ്തിനുമിടയിലുള്ള പ്രണയം വെറുമൊരു സാധാരണ പ്രണയ കഥയായി അല്ല ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രതികാരത്തിൽ തുടങ്ങി പിന്നീട് വിശ്വാസത്തിലേക്കും സ്നേഹത്തിലേക്കും വഴിമാറുന്ന ഒരു തീവ്ര ബന്ധമായാണ്. അവരുടെ ഓരോ നിമിഷവും പിരിമുറുക്കങ്ങൾ നിറഞ്ഞതാകുന്നതോടൊപ്പം തന്നെ ഹൃദയസ്പർശി കൂടിയാണ്. ഫോർത്ത് വിങ്ങിലെ ആക്ഷൻ രംഗങ്ങളെക്കുറിച്ച് പറയാതിരിക്കാനാകില്ല. ഡ്രാഗണുകൾ തമ്മിലുള്ള പോരാട്ടങ്ങളും വാർ കോളേജിലെ വെല്ലുവിളികളും വളരെ വിശദമായും ആവേശം നിറയുന്ന രീതിയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഓരോ അധ്യായത്തിലും അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ആകാംക്ഷ വായനക്കാരെ പിടിച്ചിരുത്തും. സസ്പെൻസും ട്വിസ്റ്റും ഈ പുസ്തകത്തിന്റെ മുതൽക്കൂട്ടുകൾ തന്നെയാണ്. ഈ പുസ്തകം ഒരിടത്ത് പോലും നിങ്ങളെ മുഷിപ്പിക്കില്ല. വയലറ്റും സെയ്തനും മറ്റു ഡ്രാഗൺ റൈഡർമാരും എക്കാലവും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാകും. കൂടാതെ വളരെ തന്മയത്വത്തോടും യാഥാർത്ഥ്യബോധത്തോടെയുമാണ് യാരോസ് തന്റെ ഫാന്റസി ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. ഡ്രാഗണുകൾ, പ്രണയം, സാഹസികത, പോരാട്ടങ്ങൾ എല്ലാം ഇതിലുണ്ട്. ഡ്രാഗണുകളെയും ഫാന്റസി നോവലുകളെയും ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഫോർത്ത് വിങ് എന്ന ഈ പുസ്തകം റെബേക്ക യാരോസ് നിങ്ങൾക്ക് വേണ്ടി എഴുതിയതാണ്. ഈ പുസ്തകം വായിച്ചു തീർത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഹാപ്പി റീഡിംഗ്.